തിരി തിരിനറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേരുളേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുക്കുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ട്രഡീഷണൽ എന്താ പറയുക വിഷു മേക്കപ്പ് ലുക്കാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് കാണണ്ടേ? അപ്പം നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണില്ല, വേഗം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മി പീച്ച് മിൽക്കിൻ്റെ സോഫ്റ്റ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രി ഡ്രീം യൂസ് ചെയ്യാം, സൺസ്ക്രീം യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഫൗണ്ടേഷനാണ്. മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മിയുടെ 338 സ്പൈസി ബ്രൗൺ എന്ന ഷെയ്ഡിലുള്ളതാണ്. എൻ്റെ സ്കിൻ ടോണിലുള്ള എല്ലാവർക്കും നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. പിന്നെ ഫൗണ്ടേഷനാണ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബ്ലെൻഡറാണ്. മറ്റ് ബ്ലെൻഡറിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ബ്ലെൻഡറാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് 2-in-1 ഷെയ്ഡുള്ളൊരു കോമ്പാക്ട് പൗഡറാണ്. അപ്പം എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ ഒരു സ്മെല്ലും ആ ടെക്സ്ചറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഐഷാഡോ പാലറ്റാണ്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മിസ് ഗോൾഡിൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാനൊക്കെ പറ്റും. ഞാൻ അതിലൊരു ഗോൾഡൻ കളറിലെ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഞാൻ ഈ ഒരു ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാനാണെങ്കിൽ മേക്കപ്പ് കളക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഐഷാഡോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐലൈനറാണ്. കണ്ണ് നമ്മൾ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐ മേക്കപ്പാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് മാക്കിൻ്റെ 2-in-1 ഐലൈനറാണ്, മസ്കാര വിത്ത് ഐലൈനറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നല്ലൊരു ഐലൈനറാണ്, കാരണം നല്ല തിക്കായിട്ട് നല്ല എന്താ പറയുക കണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും എഴുതി കഴിഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐലൈനറാണ്. ഞാനിത് എൻ്റെ മേക്കപ്പ് കളക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഒന്നുകൂടെ പറയാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് ഒന്ന് പോയി കണ്ടേക്കുക. അണ്ടർ ഐയിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കൊളോസൽ കാജലാണ്. നല്ലൊരു ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ളൊരു കാജലാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാജലാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഐ ഒക്കെ ഇവിടെ എഴുതി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ വോളിയം സ്റ്റൈലിസ്റ്റിൻ്റെ ഒരു മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു മസ്കാരയാണ് ഇത്. ഫുള്ളി ലോഡഡ് പാഡിലാണ് ഇതിൻ്റെ ബ്രഷിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അതൊരു ലാഷസ് വെച്ചേക്കുന്ന ഒരു ഫീലായിരിക്കും. ഞാനത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മേക്കപ്പ് കളക്ഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണണം പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മസ്കാരയാണ്. ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് ഒരു ഹൈലൈറ്ററാണ്. അത് ഞാൻ ഒരു ഐഷാഡോ ആയിട്ടാണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കതത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പം ഞാനത് ഹൈലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചീക്സിലും ഒക്കെ ഞാനതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത എൻ്റെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ലിപ്സാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. നല്ല ചെറിയുടെ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ.
അപ്പം നമ്മുടെ മേക്കപ്പ് ഇവിടെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കമ്മലിട്ടു, ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചന്ദനം തൊട്ടു, പൊട്ടും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിലേക്ക് കടക്കുകയാണ്. ഞാൻ എന്നും എൻ്റെ ഡെയിലി ഹെയർ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരിച്ച് എടുത്തിട്ട് 2 സൈഡും പഫ് ചെയ്ത് അങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് എൻ്റെ എന്നും അങ്ങോട്ടുള്ള ഹെയർ സ്റ്റൈലെല്ലാം ഇതുപോലെ തന്നെയാണ്. കാരണം ഞാൻ ഇതിന് കൂടുതൽ ഹെയർ സ്റ്റൈലൊന്നും അധികം ഫാഷനബിളായിട്ടൊന്നും ചെയ്യാറില്ല. ഇത് മിക്ക പെൺപിള്ളേരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. 2 സൈഡ് എൻ്റെ ഇച്ചിരി ഓവൽ ഫേസാണ്. അപ്പം എനിക്ക് 2 സൈഡ് നേരിച്ച് എടുത്തിട്ട് 2 സൈഡും ഒരു സൈഡ് പിരിച്ച് സ്ലൈഡ് കുത്തുക, നെക്സ്റ്റ് സൈഡ് പിടിച്ച് സ്ലൈഡ് കുത്തുക, എന്നിട്ട് ക്ലച്ചർ കുത്തുക. അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒന്നും കൂടെ വിഷു ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.